വിനിഷ, നമ്മൾ ഗുഡ് ഈവനിങ് കേരളത്തിന്റെ ഫോർമാറ്റുകളിലേക്ക് പോവാണല്ലേ? അപ്പോൾ ടോപ്പ് ന്യൂസ്, ഇന്നത്തെ പ്രധാന വാർത്ത, ഇന്നത്തെ ഏറ്റവും ടോപ്പ് ന്യൂസ് ആയിട്ട് വരുന്നത് പാലക്കാട് നിന്നുള്ള വാർത്തകൾ തന്നെയാണ്. ഒരിക്കലും ടോപ്പായി വരരുത് എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള വേദനാജനകമായ ഒരു വലിയ അപകടത്തിന്റെ തുടർ വിവരങ്ങളാണ്. അപകടത്തെ അതിജീവിക്കാൻ ആ വീട്ടുകാർക്കൊക്കെ കഴിയട്ടെ, ആ കുഞ്ഞുമക്കളുടെ ഓർമ്മകളെ അതിജീവിക്കാൻ, ആ ഓർമ്മകളിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് ഗുഡ് ഈവനിങ് കേരളത്തിലേക്ക് അവരെ കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം അല്ലേ? ഓക്കെ. വിനിഷ, ഇന്നലെ ഈ നേരം എല്ലാ വാർത്തകളും മാറ്റിവെച്ച് കേരളം, ലോകമെമ്പാടുമുള്ള മലയാളികൾ കരിമ്പയിലേക്ക് നോക്കുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങിപ്പോയ ആ കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥിനികൾ ഇങ്ങനെ ജീവൻ വെടിഞ്ഞ് എല്ലാവരെയും സ്തംഭിപ്പിച്ചുകൊണ്ട് ആ വീട്ടുകാരൊക്കെ അങ്ങനെ തകർന്നു നിൽക്കുന്ന ഒരു സമയം. ഇന്നലെ ഇതേ സമയത്ത് ഗുഡ് ഈവനിങ് കേരളത്തിലെ സമയത്ത് തന്നെയായിരുന്നു ആ വാർത്ത വന്നത്. നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതും ആ സമയം മുതൽ ഇന്ന് ഈ സമയം വരെ നമ്മൾ സംസാരിക്കുന്നതും അതേക്കുറിച്ച് തന്നെയാണ്. അത്രത്തോളം വേദനാജനകമായ വാർത്ത, ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവിടെ അത്തരത്തിലൊരു അപകട വളവാണ്, അവിടെ സ്ഥിരം അപകടം സംഭവിക്കാറുണ്ട് എന്നൊക്കെ സ്ഥിരമായി അവിടെയുള്ള അപകടവളവും ചരിവും, അതെ ചരിവും വല്ലാത്തൊരു ഒരു പ്രദേശം. ദേശീയപാത അതോറിറ്റിയോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ വല്ലാതെ നെഞ്ചു പൊട്ടി നിൽക്കുകയാണ് ഒരു നാട്. വളരെ അപ്രതീക്ഷിതമായ ഒരു വലിയ അപകടത്തിലൂടെ ആ വിദ്യാർത്ഥിനികളാണ് ജീവൻ വെടിഞ്ഞത്. ഇന്ന് പൊതുദർശനമുണ്ടായി, അതിനുശേഷം ഖബറടക്കം ഉണ്ടായി. കൂട്ടുകാരൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ഇവരെയൊക്കെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്നു. മന്ത്രിമാര് ഇപ്പോൾ എം പി രാജേഷും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം യാത്രാമൊഴി നൽകാൻ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു കാഴ്ച നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന്, കണ്ണിൽ നിന്ന് പോകാത്തതാണ്. അതാണ് ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ ഖബറിലേക്ക് ഇങ്ങനെ പച്ചമണ്ണ് വാരിയിട്ട് പിടഞ്ഞു പോകുന്ന മനുഷ്യരായി ഒരു നാടിങ്ങനെ തേങ്ങി നിൽക്കുകയാണ്. ഇന്ന് ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് കടന്നുപോയത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടത്. നാട് ആകെയും അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി അവിടെ എത്തുന്നു. നമ്മൾ മന്ത്രിമാരെ കണ്ടു, ജില്ലാ ഭരണകൂടത്തെ കണ്ടു, ജനപ്രതിനിധികളെ കണ്ടു, നാട്ടുകാരെ കണ്ടു, ഇവരുടെ കൂട്ടുകാരെ കണ്ടു, വീട്ടുകാരെ കണ്ടു. എത്രത്തോളം സങ്കടപ്പെട്ട കുഞ്ഞുങ്ങളെ കരയുന്നു. വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ പൊതുദർശന സമയത്ത് വന്ന് അവരുടെ കൂട്ടുകാരികൾ നെഞ്ചുപൊട്ടി കരയുന്ന കാഴ്ച, അത് ഏത് കാലത്താണ് നമ്മുടെ ഓർമ്മയിൽ നിന്നൊക്കെ മാഞ്ഞു പോവുക എന്നുള്ളത് അത് കണ്ടു തന്നെ അറിയാം. ഈ ആലപ്പുഴ കളർകോട്ടെ ഒരു വലിയ ദുരന്തത്തിൽ, വാഹനാപകടത്തിൽ നിന്ന് ആളുകളുടെ മനസ്സിൽ ആ ഒരു വിങ്ങലിങ്ങനെ നിൽക്കുമ്പോഴാണ് നേരെ ഈ കല്ലടക്കൂടി ഈ സംഭവം നമ്മുടെ മുമ്പിലേക്ക്, കരിമ്പയിലെ സംഭവവും ഈ വാഹനാപകടവും കൂടി വരുന്നത്. പക്ഷേ ഈ ആലപ്പുഴ കളർകോടിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ വളവ് അപകട വളവാണ്. പല കാലത്തും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ദേശീയപാത അതോറിറ്റി വളരെ നിസ്സംഗമായി അതിനോട് പ്രതികരിച്ചു എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ടല്ല റോഡ് നിർമ്മാണം നടന്നത് എന്ന് നാട്ടുകാർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാ കോണിൽ നിന്നും പറയുന്നു. എന്നിട്ട് ചില നടപടികളൊക്കെ സ്വീകരിച്ചു, പക്ഷേ അതുകൊണ്ടൊന്നും പര്യാപ്തമായിരുന്നില്ല, ഇപ്പോഴും പര്യാപ്തമല്ല എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. ഇത് പറഞ്ഞു മാത്രം പോയാൽ പോരാ, നമ്മളൊന്ന് കാണണം. ഇന്നലെ ആ ബഹളത്തിന് നടുവിലാണ് നമ്മൾ ആ പ്രദേശം കണ്ടത്. ബഹളങ്ങൾ ഒഴിഞ്ഞ ആ വളവും, അപകട വളവും ചരിവും അതിൻ്റെ അപകടവും എല്ലാം ഒന്നുകൂടി അറിഞ്ഞു തന്നെ പോകണം. ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹ് രാവിലെ അവിടെ നിന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ ഉണ്ട്, റിപ്പോർട്ടുണ്ട്, ഒന്ന് കാണാം. ഞാൻ ഈ അപകടം നടന്ന കരിമ്പ പനയമ്പാടത്താണുള്ളത്. ദേശീയപാതയാണ്. നമുക്ക് ഈ സ്ഥലം നമുക്കൊന്ന് കാണാം. ഈ ഒരു വലിയ വളവാണ്, അതേസമയം റോഡിന് ചെറിയ ഒരു ചെരിവ് ഉണ്ട്. വലിയ വേഗതയിലാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ കോഴിക്കോട് ഭാഗത്തേക്കാണ് ഈ റോഡ്
പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം ഒരു അപകട മേഖല കൂടിയാണ് ഇത്. എതിരെ വന്ന ലോറിയിൽ തട്ടിയാണ് ഈ വാഹനം ഇവിടെ മറിഞ്ഞു വീഴുന്നത്. ഈ കുട്ടികൾ സ്കൂൾ വിട്ട് ഇവിടെ നിന്ന് ഈ പാലക്കാട് ഭാഗത്തേക്ക് നടന്ന് പോവുകയായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തെത്തുമ്പോഴാണ് ഈ ഒരു അപകടം നടക്കുന്നത്. കുട്ടികൾ ഏതാണ്ട് ഇവിടെ എത്തുമ്പോഴാണ് ഈ ലോറി പാലക്കാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി മറ്റൊരു ലോറി എതിരെ വന്ന ലോറിയിൽ തട്ടി ഇടിച്ച് ഈ കുട്ടികളുടെ ശരീരത്തിലേക്കൊക്കെ പാഞ്ഞു കയറുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന സിമൻറ്റിൻ്റെയൊക്കെ ചാക്കുകളാണ്, സിമൻറ്റ് കയറ്റി വന്ന ലോറിയായിരുന്നു അത്. ആ ചാക്കുകളുടെയൊക്കെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്ഥിരമായി ഇവിടെ അപകടം നടക്കുന്ന ഒരു മേഖലയാണ് എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഈ റോഡിലൊക്കെ ചെറിയ ഗ്രിപ്പൊക്കെ നേരത്തെ ഒരു അപകടം നടന്നതിന് ശേഷം ഇത്തരത്തിൽ ഈ റോഡിലൊക്കെ ചെറിയ ഒരു ഗ്രിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അത് പക്ഷേ തുടർന്നും ഈ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ തുടർന്നും ഇത്തരത്തിൽ ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഒരു പതിവ് സാഹചര്യമാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അതേ തുടർന്നാണ് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ നാട്ടുകാർ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വലിയ പ്രതിഷേധത്തിന് ഈ നാട് സാക്ഷ്യം വഹിച്ചിരുന്നു. പിന്നീട് ഈ ആളുകളെയൊക്കെ ഇതിൽ അന്വേഷണം നടക്കും, ബദൽ സംവിധാനമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് പ്രതിഷേധമൊക്കെ അവസാനിപ്പിക്കുന്നത്. വളരെ ഒരു വലിയ ഒരു വളവായിട്ട് തന്നെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും വലിയ വേഗതയിൽ, ദേശീയപാതയാണ്, വലിയ വേഗതയിലാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഈ വളവുള്ളത് കൊണ്ട് തന്നെ എതിരെ വാഹനങ്ങൾ വരുമ്പോൾ നേരെ വെട്ടി മാറാനുള്ള ഒരു ശ്രമം ഡ്രൈവർമാരൊക്കെ നടത്തുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ. അതാണ് ഇത്തരത്തിൽ പതിവായി ഈ അപകടമുണ്ടാവുന്നതിനുള്ള ഒരു സാഹചര്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്.